ചക്കപ്പഴം കൊണ്ട് 3 അടിപൊളി പലഹാരങ്ങളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തയ്യാറാക്കുന്നത് ചക്കപ്പഴം കുഴക്കട്ടയാണ്. അതിന് ആവശ്യമായ സാധനം 100 ഗ്രാം ശർക്കര, ഏലക്കാപ്പൊടി 3/4 ടീസ്പൂൺ, ചിരകിയ തേങ്ങ 1 കപ്പ്, 1/2 കപ്പ് അരിപ്പൊടി. ആദ്യം ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരയിൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ശർക്കര അലിഞ്ഞു വരുന്നവരെ തിളപ്പിക്കുക. ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. പാനി റെഡി ആയിട്ടുണ്ട്. മധുരം ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ്. ശർക്കര പാനി അരിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് നല്ലത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി വരട്ടിയെടുക്കാം. ശർക്കര വെള്ളത്തിൽ കിടന്ന് വേണം വഴണ്ടു വരാൻ. നെയ്യുടെ അളവും ആവശ്യാനുസരണം കൂട്ടാം. ഇതുപോലെ നന്നായി പറ്റി വരണ്ട് കിട്ടണം. ഈ പരുവം ആകുന്ന വരെ വരട്ടിയെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാണ്. ഏലക്കാപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇനി മാവ് തയ്യാറാക്കാം. 1 നുള്ളു ജീരകം, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം തിളപ്പിക്കണം കുഴക്കട്ട കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അതുകൊണ്ട് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി എടുക്കാൻ നോക്കണം. പിന്നെ അരിപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. വെള്ളം പാകത്തിനായിട്ടുണ്ട്. ഇനി സ്പൂണ് മാറ്റി ചൂട് കുറച്ച് കുറഞ്ഞ ശേഷം കൈകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് ആവണം, അതുവരെ കുഴയ്ക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ചെറിയ ഉരുളയാക്കി കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചക്ക വരട്ടിയ ഫില്ലിങ് വെക്കണം. അതുകൊണ്ട് ആ ഭാഗം ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് വയ്ക്കാം. ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ചേർക്കാം. എല്ലാ ബോളുകളും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ആവിയിലാണിത് വേവിച്ചെടുക്കേണ്ടത്. ബോളുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം നിറച്ച് പൊരിച്ചതാണ്. ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദാമാവ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു സോഡാപ്പൊടി, ഒരു നുള്ളി ഏലക്ക, ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ വിൻഡോ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ, നല്ല തണുത്ത മഴ. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നല്ല ഇടിയൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഇടിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് മാവ്. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർക്കുന്നത്. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അവൽ നനച്ചെടുക്കാം. ആവശ്യത്തിന് അവൽ, കുറച്ച് തേങ്ങ, പഞ്ചസാര, 2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി യോജിപ്പിക്കുക. നന്നായിട്ടതാ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ തേങ്ങയുടെ നനവിൽ ആവിൽ നനഞ്ഞ് കിട്ടണം, അതിന് വേണ്ടി മിക്സ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കപ്പഴത്തിലേക്ക് ഫില്ല് ചെയ്യാം. ഞാൻ മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കപ്പഴമാണിത്. ഇതിലേക്ക് ടൈറ്റായിട്ട് നിറച്ച് വയ്ക്കുക. അത് പുറത്ത് പോകരുത്, നന്നായിട്ട് നിറച്ച് വയ്ക്കുക. നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് ഇത് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ആണ്ട് എല്ലാം ഫില്ല് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് എടുത്ത് ഈ മാവിൽ നന്നായിട്ട് മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഈ ഫില്ലിങ് പുറത്ത് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, അത് പുറത്ത് വരില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. ഇതൊരു വെറൈറ്റി ഡിഷാണ്, എല്ലാവരെയും ട്രൈ ചെയ്യണം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റാം. നല്ല അടിപൊളി ചക്കപ്പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്, നിറച്ച് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ചക്കപ്പഴം മിഠായിയാണ് നമ്മൾ അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചക്കപ്പഴം നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ കുറഞ്ഞ അളവിലാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല, വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ട്. അരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ശർക്കര പാനി എടുക്കാം. ശർക്കര പാനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യം കാണിക്കുന്നുണ്ട്. അരച്ച് വെച്ച ചക്ക ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് ഏലക്കപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് വേണം വേവിക്കാൻ. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കുറുകി വരണം. ഇങ്ങനെ കുറുകി വരുന്ന പരുവത്തിൽ നമുക്കിതിലേക്ക് 1 മുതൽ 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടം അനുസരിച്ച് നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ കുറഞ്ഞ അളവിൽ ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് വഴട്ടി ഇങ്ങനെ എടുക്കണം. നന്നായിട്ട് വരണ്ട് വരണം. നമ്മൾ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു
പരുവാവണം. ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി ബോളുകളാക്കി എടുക്കുകയാണ് ഞാൻ. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ചെറിയ ചൂടോടുകൂടി ചെയ്യണം. ഞാനിവിടെ ഉരുളകളാക്കുകയാണ്, ചെറിയ ചെറിയ ഉരുളകൾ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണിത്. ഉറപ്പായിട്ട് എല്ലാവരെയും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഒരു നോമ്പുതുറ വിഭവം കൂടിയാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇന്ന് ചെയ്ത 3 ഐറ്റവും